ഹലോ ബിഗ് ബോസ് അക്ബർ ഖാൻ അവനൊരു സിംഗറാണ് എന്നതിൻ്റെ അഹങ്കാരമാണോ ഇനി വേറെ വല്ലതും ആണോ എന്ന് എനിക്കൊരു സംശയമില്ലാതെ ഇല്ല. നേരത്തെ ഷാനവാസും അക്ബറും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അനുമോളുടെ വിഷയം കയറി വന്നപ്പോൾ ഇവൻ തലേന്ന് മുടി പറിച്ചെടുത്തിട്ട് അനുമോൾ എനിക്ക് വെറും മുടിയാണെന്ന്. ഇവൻ്റെ സ്വഭാവമാണ് ഇങ്ങനെ ഇവൻ ഈ ഓരോ നിമിഷവും എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, എന്തെങ്കിലുമൊക്കെ ഒരു ഫൈറ്റ് വരുമ്പോൾ ആൾക്കാരുടെ ദേഹത്ത് പിടിച്ച് തള്ളുക. ഇവൻ എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് കാണിച്ചു കൂട്ടുന്നത്? കുറച്ച് ഓവറല്ലേ? പിന്നെ രേണു സുധീനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചേക്കുന്നു. ഇവൻ ഒരു അവസരം കിട്ടി എല്ലാവരുടെ ദേഹത്തോട് ചാടി കയറി പ്രശ്നം ഉണ്ടാക്കുക. ഇത്ര നേരം അനീഷായിരുന്നു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെയാണ്. കൂടെയുള്ള ആൾക്കാർ ഒരു തരം വിലയില്ലാത്ത പോലെ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവൻ അധികം വൈകാതെ അതിൻ്റെ അകത്ത് ആരുടെയും ദേഹത്ത് കൈവയ്ക്കും, നല്ല രീതിയിൽ കൈവയ്ക്കും. അത് ഇപ്പോഴേ വാണിംഗ് ചെയ്ത് നിർത്തിയില്ലെങ്കിൽ നല്ല രസമായിരിക്കും. വേറൊരു കാര്യം, ഈ ഏവിയേഷൻ പഠിച്ച ആൾക്കാർക്ക് അല്ലെങ്കിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയത്തില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. രേണുസുധി ഏവിയേഷൻ പഠിച്ച ഒരാളാണ്, അല്ലെങ്കിൽ എയർപോർട്ടിൽ വർക്ക് ചെയ്തതാണ്, അല്ലെങ്കിൽ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്ത ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് ഇന്നതേടാ കുറച്ച് നേരത്തെ പറയുന്നു എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ അറിഞ്ഞുകൂടാന്ന്. ഏവിയേഷൻ ടൈമില് അത് പക്ഷെ എല്ലാരും ഉണ്ടായിരുന്നല്ലോ കൂട്ടുകാരൊക്കെ. ഞാനിങ്ങനെ അയ്യോ ഇതങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. എന്റെ പൊന്നോ, ഞാനൊക്കെ എന്റെ ചേച്ചി സീറ്റ് വെച്ചിട്ടുണ്ട് ഊരാൻ അറിയത്തില്ല. ദൈവമേ, എനിക്കറിയാം. എന്റെ അടുത്തിരുന്ന ഒരു അമ്മച്ചി ഉണ്ട്, എനിക്ക് സീറ്റ് വെച്ചിട്ട് അറിയില്ല. അത് ആദ്യം ഇങ്ങോട്ട് തുറക്കാൻ പറ്റും. തുറന്നിട്ട് എവിടെയാ കുത്തണ്ടെന്ന് അറിയില്ല. അവിടെ നിന്ന് എപ്പോഴാണ് ഞാൻ എന്റെ ചേച്ചി ഊരാതിരിക്കും. ഇങ്ങനെ ഇട്ടിട്ട് ഊരാൻ പറ്റത്തില്ല. അപ്പുറത്തിരിക്കുന്ന അമ്മച്ചി, ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, നല്ലൊരു അമ്മച്ചി. താങ്ക് യു അമ്മച്ചി, താങ്ക് യു മാം. ഇങ്ങനെ അമ്മച്ചി തന്നെ ഞാൻ ആ ബഹുമാനം കൊണ്ട് പറഞ്ഞു. അമ്മച്ചിനെ ഊരി തന്ന് ഇട്ട് തന്ന് സീറ്റ് ബെൽറ്റ് എവിടെ ഇടാൻ അറിയാവോ? എല്ലാം അറിയാവോ? തിരിച്ചുണ്ടെങ്കിൽ സീറ്റ് പോകണമെങ്കിൽ ഞാൻ എങ്ങനെ സീറ്റ് ബെൽറ്റ് ഇടുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കേട്ടോ, ഈ ഏവിയേഷൻ പഠിച്ച എല്ലാവർക്കും വേണ്ട, ഒരു തവണ ഫ്ലൈറ്റിൽ കയറിയ ആൾക്കാർക്ക് തന്നെ സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയാം. എന്നിട്ട് ഏവിയേഷൻ പഠിച്ച് വർക്ക് ചെയ്ത ഒരാൾക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയില്ല എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ റീവൈൻഡ് ചെയ്യാനിരിക്കുന്നു. ഇപ്പം അന്ന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞതും ഇപ്പം ഞാൻ കേൾപ്പിക്കാൻ പോകുന്ന വോയിസും തമ്മിൽ നിങ്ങളൊന്ന് കേട്ട് നോക്കണേ. അപ്പം എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പുള്ളിക്കാരി പറയുന്ന പലതും പച്ചക്കള്ളങ്ങളാണ്. ഏവിയേഷൻ പഠിച്ചു എന്നുള്ളത് സത്യമാണ്. അതുൽ ബ്ലോഗ്സിലാണെങ്കിൽ അതിൻ്റെ താഴെയാണെങ്കിൽ ഒരു കമൻറ്റ് സെക്ഷനിൽ ഒരു കമൻറ്റ്, ഒരു പെൺകുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ കൊച്ചിയിൽ ഏവിയേഷൻ പഠിച്ചതാണ്, അവിടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഗ്രൂമിങ് സെക്ഷൻ, ഞങ്ങൾക്കും ഗ്രൂമിങ് സെക്ഷനും കാര്യങ്ങളും ഒക്കെ അതും സ്ട്രിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലുള്ള യൂണിഫോം ഉണ്ടായിരുന്നു, ഹൈ ഹീൽ ചെരുപ്പ് കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്തിട്ട് ഏവിയേഷൻ എങ്ങനെയാണ് അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പഠിച്ചത് ചങ്ങനാശ്ശേരിയിലുള്ള ഫ്ലൈവിങ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ ആണ്. അവിടെയാണ് ഞങ്ങൾ പഠിച്ചത്. അത് നമ്മുടെ ചങ്ങനാശ്ശേരി പെരുന്നാൾ സ്റ്റാൻഡിന് തൊട്ട് ഇച്ചിരി ദൂരം നടന്നേച്ചാൽ മതി. അത്രയും അടുത്ത് തന്നെയാണ്. പെരുന്നാൾ സ്റ്റാൻഡിന് തൊട്ടിപ്പുറം തന്നെയാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും അന്വേഷിച്ചാൽ, ഇപ്പോഴും ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റില്ല, ആർക്ക് വേണമെങ്കിലും അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്കാരി പറയുന്നത് സത്യമാണ്. ഞങ്ങളെല്ലാവരും പാസ് ഔട്ട് ആയതിനു ശേഷം പുള്ളിക്കാരി അത് വീഡിയോക്കകത്ത്, നിങ്ങൾ വീഡിയോ കണ്ടല്ലേ, വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട് പുള്ളിക്കാരി എയർ ഇന്ത്യ, അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ട്, അതുപോലെ പല എയർപോർട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കള്ളമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അത് നമ്മുടെ എയർപോർട്ടിനകത്ത് കുറേ ഷോപ്പുകളുണ്ട്, അതിന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്നാണ് പറഞ്ഞത്. ആ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ഒരു പെൺകുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യമായ പേര് ഓർക്കുന്നില്ല കേട്ടോ. ഒരു പെൺകുട്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി ആരും അങ്ങനെ ഒരാൾ പാക്കേജുമായിട്ട് സംബന്ധിച്ച് വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു. പല ആർക്കും എയർപോർട്ടിൽ അത് ഇന്ത്യ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുണ്ട്. ഇതൊക്കെ പുള്ളിക്കാരി ഇത്ര ധൈര്യത്തോട് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഈ പഠിക്കുന്ന സമയത്ത് ഒരാഴ്ചത്തെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആയിരുന്നു. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുന്നു. അതാണ് ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ. കേട്ടല്ലോ, ഇതാണ് ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്, ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു
എന്ന് രേണുസുതി പറഞ്ഞത്. ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി എന്നാൽ ബായ്.